ഹായ് ഓൾ, വെൽക്കം ടു മനോരമ ഹൊറൈസൺസ് യൂട്യൂബ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. ഓക്കെ, സോ ഐ വിൽ എക്സ്പ്ലെയിൻ യു എ സിനാരിയോ. നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ ഷോപ്പിംഗ് മാളിൽ നമ്മൾ എസ്കലേറ്ററിൻ്റെയും അതുപോലെ ഹാൻഡ് റെയിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്കൊരു ഇലക്ട്രിക് ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ദിസ് ഈസ് എ ഫേമസ് ഫോട്ടോഗ്രാഫ്. ഈ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ജസ്റ്റ് മൊമെൻറ്റ്സ് ബിഫോർ ദെയർ ഡെത്ത്. അതായത് ഈ ഫോട്ടോ എടുത്തതിന് ശേഷം ഈ രണ്ട് ആൾക്കാർ ആക്ച്വലി എന്താണ് ലൈറ്റ്നിങ് സ്ട്രക്ക് ചെയ്ത് മരണപ്പെടുകയുണ്ടായി. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ പറ്റും ലൈക്ക് ദെയർ ഹെയർ സ്ട്രാൻഡ്സ് ഗെറ്റിംഗ് അപ്പ്. ഓക്കെ, ഇവരുടെ ഹെയർ സ്ട്രാൻഡ്സ് മുകളിലോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രീവിയസ് കേസിൽ നമ്മൾ ഷോപ്പിംഗ് മാളിൻ്റെ സിനാരിയോ പറഞ്ഞു. അവിടെയും നിങ്ങൾക്കൊരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഇമ്പൾസ് കിട്ടുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ദർ ഈസ് സം കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ, സം ഫോം ഓഫ് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഇലക്ട്രിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന സം ഫോം ഓഫ് ഇൻട്രാക്ഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു ഇലക്ട്രിക് ഷോക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഹെയർ സ്ട്രാൻഡ്സ് മുകളിലോട്ട് നിൽക്കുന്നതിനുള്ള റീസൺ. സോ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ റീസൺസ് എന്നുള്ളത്. സോ ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും. ഇവിടെ കാണിച്ചേക്കുന്നത് എന്താണ്, ഒരു സ്റ്റീൽ സ്കെയിൽ ഓർ ഒരു സ്കെയിൽ, നിങ്ങളുടെ നോർമൽ സ്കെയിലിൽ നിങ്ങൾ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബിറ്റ്സ് ഓഫ് പേപ്പർ അല്ലെ പേപ്പറിൻ്റെ പീസസിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ ആ പേപ്പർ പീസസ് വിൽ ഗെറ്റ് അട്രാക്റ്റഡ് ടു ദ സ്കെയിൽ അല്ലേ, ആ സ്കെയിലിലോട് പേപ്പർ പീസസ് അട്രാക്ട് ചെയ്യും. സോ അട്രാക്ഷൻ നടക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം ദർ ഷുഡ് ബി സം ഫോഴ്സ്, ഒരു ഫോഴ്സിൻ്റെ ഒരു ഇൻട്രാക്ഷൻ. അതായത് രണ്ട് ബോഡീസ് തമ്മിൽ ഒരു ഫോഴ്സിൻ്റെ ഇൻട്രാക്ഷൻ വരുമ്പോഴാണ് ഒരു അട്രാക്ഷനോ റിപ്പൾഷൻ സംഭവിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർലി നിങ്ങൾക്ക് ഈ അട്രാക്ഷൻ നടക്കുന്നത് കൊണ്ട് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. എന്താണ് ഇവിടെ എന്തോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു ഫോഴ്സ്, അതായത് ഇപ്പം നമ്മളവിടെ നേരത്തെ ആ സിനാരിയോയിൽ ചെയ്ത് എന്തായിരുന്നു, വി നോ ദാറ്റ് നമ്മളൊരു സ്കെയിലിനെ നമ്മൾ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്യാനുണ്ടായത്. സോ അവിടെ റബ്ബിംഗ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ നടന്നതിന് ശേഷമാണ് നമ്മൾ പേപ്പർ പീസിൻ്റെ അടുത്തുകൊണ്ട് വെച്ചപ്പോൾ ആ പേപ്പർ പീസ് സ്കെയിലോട്ട് അട്രാക്റ്റ് ആയത്. സോ അതിനർത്ഥം ആ റബ്ബിംഗ് പ്രോസസ്സ് കാരണം ഒരു സം ഫോം ഓഫ് ഫോഴ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ റബ്ബിംഗ് കാരണം ദർ ഈസ് ആക്ച്വലി എ ചാർജ്, ഒരു ചാർജ് അവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ റബ്ബിംഗ് എന്ന് പറയുന്നത്. സോ റബ്ബിംഗ് കാരണം ഇലക്ട്രിക് ചാർജ് അവിടെ ഡെവലപ്പ് ആയി എന്നുള്ളതാണ് കൺക്ലൂഷൻ. സോ എങ്ങനെയാണ് ഇലക്ട്രിക് ചാർജസ് ഡെവലപ്പ് ആവുന്നത്, റബ്ബ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ചാർജസ് ഡെവലപ്പ് ആവുന്നത്? അതായത് നമ്മളിപ്പോൾ ഡ്രൈ ഹെയറിൽ നമ്മൾ ആ സ്കെയിലോ ഈവൻ നമ്മൾ കോംബ് പോലും നമുക്ക് ഡ്രൈ ചെയ്ത ഇതേ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഡ്രൈ ഹെയറിൽ നമ്മൾ സ്കെയിൽ റബ്ബ് ചെയ്യുമ്പോൾ ആ റബ്ബിങ് ആക്ഷൻ കാരണം സബ് അറ്റോമിക് ലെവലിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, നമുക്ക് ആറ്റംസ്, അതായത് പാർട്ടിക്കിൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് അല്ലേ, എല്ലാ വസ്തുക്കളും ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. സോ ആറ്റംസിൻ്റെ സബ് അറ്റോമിക് ലെവലിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം ആറ്റംസ് വിൽ കണ്ടെയ്ൻ എന്തൊക്കെയുണ്ട് ആറ്റത്തിൽ. ആറ്റത്തിൽ ഒരു പ്രോട്ടോൺ ഉണ്ടായിരിക്കും, ദെൻ ഇലക്ട്രോൺസ് ആർ ദെയർ ആൻഡ് ദെൻ ന്യൂട്രോൺസ് ഉണ്ടാവും. സോ ഇതിൽ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളും ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. സോ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്, അതായത് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ എടുത്ത സിനാരിയോ തന്നെ നമുക്ക് എടുക്കാം. സോ നമ്മളൊരു ഒബ്ജക്റ്റ്, അതായത് സ്കെയിലിനെ നമ്മൾ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആക്ച്വലി സബ് അറ്റോമിക് ലെവലിൽ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ സംഭവിക്കും. അതായത് ഇലക്ട്രോൺസ് ആ റബ്ബിങ് ആക്ഷൻ കാരണം ഇലക്ട്രോൺസ് എനർജീനെ ഗെയിൻ ചെയ്യും. എനർജി ഗെയിൻ ചെയ്തിട്ട് ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൽ നിന്നും അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺസ് ആക്ച്വലി ഫാർ അപ്പാർട്ട് ആവും, ഇലക്ട്രോൺസ് ബ്രേക്ക് ആവും. സോ അവിടെ സംഭവിക്കുന്നത് ഒരു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കുന്നത് കൊണ്ടാണ് ബോഡീസിന് ചാർജസ് പ്രൊഡ്യൂസ് ആവുന്നത്. സോ ലെറ്റസ് സേ ഇപ്പോൾ നമ്മുടെ ഒരു സബ് അറ്റോമിക് ലെവലിൽ നോക്കുമ്പോൾ നമ്മുടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് ആൻഡ് നമ്മൾ റബ്ബ് ചെയ്തു. ആൻഡ് റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ആക്ച്വലി ആ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തോട്ട് പോവുകയാണെങ്കിൽ ആ പുറത്തോട്ട് പോയ വസ്തുവിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അതായത് ഇപ്പോൾ ഒരു സ്കെയിൽ നമ്മുടെ കയ്യിലുണ്ട് ആൻഡ് വി ആർ റബ്ബിങ് ദ സ്കെയിൽ ഇൻ സം ഡ്രൈ ഹെയറിൽ നമ്മൾ റബ്ബ് ചെയ്യാണ്. സോ ഈ സ്കെയിലുള്ള ഇലക്ട്രോൺസ്, ഈ സ്കെയിലിലെ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിന് എനർജി കിട്ടുന്നു ആൻഡ് ഈ എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് അവിടെ നിന്ന് ബ്രേക്ക് ആവും, ന്യൂക്ലിയസിൽ നിന്ന് ബ്രേക്ക് ആയി പുറത്തോട്ട് പോകും. സോ ഇലക്ട്രോൺസ് ലൂസ് ആയി കഴിഞ്ഞാൽ ആ സ്കെയിലിന് അവിടെ പോസിറ്റീവ് ചാർജ് അക്വയർ ആവും. കാരണം എന്താ, പിന്നെ ഉള്ളത് പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോൺസിൻ്റെ നമ്പർ ആക്ച്വലി കൂടും. ഒരു സ്റ്റേബിൾ ആറ്റം ആകുമ്പോൾ എങ്ങനെയാണ്, രണ്ടിൻ്റെ നമ്പർ ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇലക്ട്രോൺസ് ലോസ് ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടും. സോ പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ അതിനർത്ഥം എന്താ, പോസിറ്റീവ് ചാർജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ആൻഡ് ഇപ്പോൾ വേറൊരു മെറ്റീരിയൽ, അതായത് നമ്മളിപ്പോൾ ഒരു രണ്ട് ഒബ്ജക്ട്സിനെ തമ്മിൽ റബ്ബ് ചെയ്യാണല്ലോ. സോ രണ്ടാമത്തെ മെറ്റീരിയലിന് എന്ത് സംഭവിക്കും, ഈ ബ്രേക്ക് ഔട്ട് ആയ ഇലക്ട്രോൺസ് രണ്ടാമത്തെ മെറ്റീരിയലിലോട്ട് വരും. സോ ഇവിടെ സർപ്ലസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് രണ്ടാമത്തെ മെറ്റീരിയൽ നമുക്ക് സർപ്ലസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ സർപ്ലസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന ചാർജ് എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. കാരണം ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടി, അവിടെ സ്റ്റേബിൾ ആറ്റം ആയിരുന്നു പക്ഷേ ഇലക്ട്രോൺസ് സർപ്ലസ് ആയി. സോ ഓബിയസ്ലി അവിടെ നെഗറ്റീവ് ചാർജ് ആവും. സോ ദാറ്റ് പാർട്ടിക്കിൾ വിൽ ബി ഹാവിങ്
നെഗറ്റീവ് ചാർജ്. സോ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഒബ്ജക്ട്സിനെ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ദെയർ ഇൻട്രാക്ഷൻ കാരണം ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം രണ്ട് ഒബ്ജക്ട്സിനും ചാർജ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ സിനാരിയോ. അതായത് നമ്മൾ ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ ലോസിങ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോൾ ദാറ്റ് ഒബ്ജക്റ്റ് വിൽ ഗെറ്റ് എ പോസിറ്റീവ് ചാർജ്. വേറാസ് ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് റിസീവിങ് ഇലക്ട്രോൺ, ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്താൽ ദാറ്റ് ഒബ്ജക്റ്റ് വിൽ ഗെറ്റ് എ നെഗറ്റീവ് ചാർജ്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ നമുക്ക് 2-3 എക്സാമ്പിൾസ് ആണ്, 2-3 സിനാരിയോ നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ രണ്ട് പെയർ ഓഫ് ബോഡീസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് പെയേഴ്സ് ഓഫ് ബോഡീസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന റബ്ബിംഗ് ആണ്. റബ്ബിംഗ് ആക്ഷൻ നമ്മൾ ചെയ്ത് നോക്കണം. ഈ രണ്ട് ഒബ്ജക്ട്സ് നമ്മൾ വി ആർ റബ്ബിംഗ് ദീസ് 2 ഒബ്ജക്ട്സ് ഈച്ച് അതർ. സോ ഇവിടെ ഏത് ഒബ്ജക്റ്റിന് എന്ത് ചാർജാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുത്തേക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് റോഡും സിൽക്കും ആണ്. ഒരു ഗ്ലാസ് റോഡും ഉണ്ട്, ആൻഡ് വി ഹാവ് എ ഒരു സിൽക്കിൻ്റെ ഒരു ക്ലോത്തോ എന്തെങ്കിലും ഒരു സിൽക്കിൻ്റെ ക്ലോത്തിൻ്റെ പീസോ ഉണ്ട്. ആൻഡ് വി ആർ റബ്ബിങ് ദോസ് 2 ഈച്ച് അതർ. നമ്മൾ ഇതിനെ രണ്ടിനെയും റബ്ബ് ചെയ്യുന്നു. സോ ഇവിടെ റബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു, റബ്ബ് ചെയ്യുമ്പോൾ എന്താണ്, എനർജി ഉണ്ടാവുകയാണ്. സോ ആ എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രോൺസിൽ ഇൻട്രാക്ഷൻസ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൽ ആ എനർജീനെ യൂസ് ചെയ്തിട്ട് ഐദർ പുറത്തും അല്ലെങ്കിൽ ഗെയിൻ ആവും. സോ ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ എങ്ങനെയാണെന്ന് നോക്കാം. ഗ്ലാസ് റോഡ് ലൂസസ് ഇലക്ട്രോൺ. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഗ്ലാസ് റോഡും സിൽക്കും റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺസ് ലൂസ് ആവുകയാണ് ചെയ്യുന്നത്. സോ വെന്നെവർ എ മെറ്റീരിയൽ, അതായത് ഒരു ഒബ്ജക്റ്റിന് ഇലക്ട്രോൺസ് ലൂസായി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, അവിടെ അറ്റോമിക് ലെവലിൽ അവിടെ ഇലക്ട്രോൺസ് ലൂസായി. സോ പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടും, വിച്ച് മീൻസ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണല്ലോ. സോ ഒബിയസ്ലി പോസിറ്റീവ് ചാർജ് ആവും. സോ ദിസ് ഗ്ലാസ് റോഡ് വിൽ അറ്റൈൻ എന്താണ്, പോസിറ്റീവ് ചാർജ്. സോ ദി അതർ മെറ്റീരിയൽ, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ പെയറായിട്ട് എടുത്തേക്കുന്ന ഏതാ, ഗ്ലാസ് റോഡും സിൽക്കും അല്ലേ. സോ സിൽക്കിന് എന്ത് സംഭവിക്കും, സിൽക്കിന് എക്സ്ട്രാ ഇലക്ട്രോൺസ് കിട്ടും. സോ ദെയർഫോർ സിൽക്ക് വിൽ ബി ഹാവിങ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, നെക്സ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എബണൈറ്റ് ആൻഡ് വൂളാണ്. സോ ഇത് രണ്ടിനെ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എബണൈറ്റ് ആൻഡ് വൂൾ. സോ വൂൾ ആക്ച്വലി ലൂസസ് ഇലക്ട്രോൺ. സോ വൂളിൽ നിന്നാണ് എന്ത് ഇലക്ട്രോൺസ് പുറത്തോട്ട് വന്നത്. സോ ഒബിയസ്ലി വൂൾ വിൽ ഗെറ്റ് ദ പോസിറ്റീവ് ചാർജ്. ആൻഡ് ഇലക്ട്രോൺസ് ആ പുറത്തു പോകുന്ന ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യുന്നത് എബണൈറ്റ് ആണ്. സോ എബണൈറ്റ് വിൽ ബി ഹാവിങ് എ സർപ്ലസ് ഓഫ് നെഗറ്റീവ് ചാർജ്. ദെയർഫോർ എബണൈറ്റിന് നെഗറ്റീവ് ചാർജ് വരും. ലാസ്റ്റ് തേർഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റബ്ബർ റോഡ് ആൻഡ് വൂളാണ്. സോ ഒരു റബ്ബർ പീസ്, ഒരു ഈവൻ നിങ്ങൾ ഉപയോഗിക്കുന്ന റേസർ ആയാലും മതി. സോ റബ്ബർ റോഡ് ആൻഡ് വൂൾ വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും സിമിലർ ആണ്. വൂൾ ഈസ് ആക്ച്വലി ലൂസിങ് ഇലക്ട്രോൺസ് ദെയർ ഓൾസോ. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്കറിയാം, വൂളിന് പോസിറ്റീവ് ചാർജ്. വിച്ച് എവർ മെറ്റീരിയൽ ഈസ് ലൂസിങ് ഇലക്ട്രോൺ, ദാറ്റ് മെറ്റീരിയൽ വിൽ ഗെറ്റ് എ പോസിറ്റീവ് ചാർജ്. ആൻഡ് വിച്ച് എവർ മെറ്റീരിയൽ ഈസ് ഗെയിനിങ് ഇലക്ട്രോൺ, ആ മെറ്റീരിയലിന് എന്ത് സംഭവിക്കും, നെഗറ്റീവ് ചാർജാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മളിപ്പോൾ ഇവിടെ നടത്തിയേക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന റബ്ബിംഗ് ആണല്ലോ. സോ റബ്ബ് ചെയ്യുമ്പോൾ ദെയർ ഈസ് ഒരു എനർജി ഫോം ചെയ്ത് ആൻഡ് ചാർജിങ് അല്ലെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ സംഭവിച്ചു. സോ ഇലക്ട്രിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിഫിക്കേഷൻ ഓർ ചാർജിങ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ചാർജിങ് എന്ന് പറയുന്നത് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ആൻ ഒബ്ജക്റ്റ് ഇൻ ടു ഇലക്ട്രിക്കലി ചാർജ്ഡ് വൺ. അതായത് ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റ് ആണ് അല്ലേ. സോ ആ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ ചാർജ്ഡ് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ത്രൂ ഡിഫറെൻറ്റ് മീൻസ്, നോട്ട് ജസ്റ്റ് റബ്ബിംഗ് എന്ന് പറയുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് വെച്ചിട്ട് നമ്മൾ ചാർജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ പല രീതിയിലും നമുക്ക് ഒരു ഒബ്ജക്റ്റിന്, ഒരു ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ അഥവാ ചാർജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, and also if the electric charge produced in an object remains at the same place. So ഇപ്പോൾ ആ ഒരു ചാർജ്, അതായത് നമ്മളിപ്പോൾ നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട് സ്കെയിലിന് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്കെയിലിന് ചാർജ് അക്വയർ ആവുന്നുണ്ട് നമ്മൾ കണ്ടു. സോ ആ ചാർജ്, അതായത് ഇപ്പോൾ സ്കെയിൽ നമ്മൾ റബ്ബ് ചെയ്തതിന് ശേഷം സ്കെയിൽ ജനറേറ്റ് ചെയ്യുന്ന ചാർജ്, ആ ചാർജ് ജനറേറ്റ് ആയ പ്ലേസിൽ തന്നെ, അതായത് മൂവ്മെൻറ്റ് ഇല്ലാണ്ട് ആ ചാർജ് അവിടെ തന്നെ റിമെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു സെറ്റ് നമ്പർ ഓഫ് ചാർജസ് നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ആവുന്നത് കാണാൻ പറ്റും. സോ ഈ ചാർജ് ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. സോ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്, സ്റ്റാറ്റിക് മീൻസ് അറ്റ് റെസ്റ്റ്. സോ ചാർജസ് ആർ നോട്ട് മൂവിങ്. നമ്മളിവിടെ മൂവ്മെൻറ്റ് ഓഫ് ചാർജസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ അതിനെയാണ്, അത് അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ആക്ച്വലി എന്താണ്, ചാർജസ് എങ്ങനെ ഡെവലപ്പ് ആവും എന്നുള്ളത് കണ്ടു. ചാർജിങ് ബൈ റബ്ബിംഗ് ആവാം, ഓർ ചാർജിങ് ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർജിങ്, അല്ലെങ്കിൽ ഒരു ന്യൂട്രലായിട്ടിരിക്കുന്ന ഒരു ബോഡിയിൽ നമുക്ക് ചാർജ്
പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു. പക്ഷേ എപ്പോഴും ചാർജസ് തമ്മിൽ അട്രാക്ഷനാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടു, ഇപ്പോൾ നമ്മൾ സ്കെയിലിനെ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പർ പീസിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പേപ്പർ പീസ് അട്രാക്റ്റ് ആയി. ആൻഡ് ഓൾസോ പല ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ഈ അട്രാക്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ മാത്രമാണോ സംഭവിക്കുന്നത്? അതോ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആക്ഷൻ സംഭവിക്കും, അതായത് റിപ്പൾഷൻ സംഭവിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടോ? ലെറ്റ് us see. സോ ബേസിക്കലി ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സബ് അറ്റോമിക് ലെവലിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ചാർജ് ഉണ്ട് ഇൻ ജനറൽ, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ക്യാരി നെഗറ്റീവ് ചാർജ്, വേറെ സബ് അറ്റോമിക് ലെവലിൽ നോക്കുമ്പോൾ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. എപ്പോഴും അട്രാക്ഷൻ നടക്കുന്നത് ഓപ്പോസിറ്റ് ചാർജസ് തമ്മിലായിരിക്കും. അതായത് ഒരു പ്രോട്ടോണും തമ്മിൽ ഒരിക്കലും അട്രാക്ഷൻ നടക്കത്തില്ല. പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ, അതായത് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് തമ്മിലേ അട്രാക്ഷൻ നടക്കുള്ളൂ. സോ യു ക്യാൻ സീ ഹിയർ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എപ്പോഴും നോട്ട് ജസ്റ്റ് അട്രാക്ഷൻ, ഈ ചാർജസ് 2 ബോഡിയിൽ ഉണ്ടാകുമ്പോൾ എപ്പോഴും അട്രാക്ഷൻ മാത്രമാവണമെന്നില്ല. അതായത് ആ 2 ബോഡീസ് തമ്മിൽ എപ്പോഴും അട്രാക്ഷൻ തന്നെ ആവണം നടക്കണമെന്നില്ല. അവിടെ റിപ്പൾഷനും സംഭവിക്കാം. സോ അതിന് എന്താണ് ഫാക്ടർ? ആ റിപ്പൾഷൻ ആണോ അട്രാക്ഷൻ ആണോ എന്നുള്ള ഫാക്ടർ നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും? ആ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ചാർജ്, ഏത് ടൈപ്പ് ഓഫ് ചാർജാണ് ബോഡിയിൽ ജനറേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ആ ഡിസൈഡിങ് ഫാക്ടർ. ഇപ്പോൾ 2 ചാർജും ഈക്വൽ ചാർജ്, അതായത് ഇപ്പോൾ 2 പോസിറ്റീവ് ചാർജസ് ആണെങ്കിലും 2 നെഗറ്റീവ് ചാർജസ് എടുത്താലും ബോത്ത് വിൽ റിപ്പിൾ. സോ ലൈക്ക് ചാർജസ്, അതായത് സെയിം ചാർജസ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ 2 ബോഡിയിൽ, ഇപ്പോൾ ഒരു ബോഡിയിൽ പോസിറ്റീവ് ഉണ്ട്, മറ്റൊരു ബോഡിയിലും പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ബോത്ത് ദ ചാർജസ് വിൽ ഗെറ്റ് റിപ്പൽഡ്. സോ ലൈക്ക് ചാർജസ് റിപ്പൽ ആവും, വേറാസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇൻ കോൺടാക്ട് വന്നാൽ, ഓപ്പോസിറ്റ് ചാർജസ് കോൺടാക്റ്റിൽ വന്നാൽ ദേ വിൽ ഗെറ്റ് അട്രാക്റ്റഡ്. സോ നമുക്കിനി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്നുള്ളത്? സോ ചാർജ്ഡ് ബോഡീസ് ഓൾവേസ് അട്രാക്ട് അൺചാർജ്ഡ് ബോഡീസ്. സോ ഒരു ചാർജ്, അതായത് ഓൾറെഡി ഇപ്പോൾ ഒരു മെറ്റീരിയലിന് ചാർജ് ഉണ്ട്, ആൻഡ് ഇഫ് യു ആർ പ്ലേസിങ് അനദർ മെറ്റീരിയൽ വിത്തൗട്ട് എനി ചാർജ്, ഈ ബോഡീനെ എന്തായാലും ഈ ബോഡി അട്രാക്ട് ചെയ്യും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ അൺചാർജ്ഡ് ബോഡിയിൽ ഈ ചാർജ്ഡ് ബോഡീൻ്റെ ഇൻഫ്ലുവൻസ് കാരണം എന്താണ് സംഭവിക്കുന്നത്? ഈ അൺചാർജ്ഡ് ബോഡിയിലും ഓപ്പോസിറ്റ് ചാർജ് ഡെവലപ്പ് ആകുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇവർ തമ്മിൽ അട്രാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ 2 ബോഡിയിലും ചാർജ് ജനറേറ്റ് ആയി കഴിയുമ്പോഴാണ് അട്രാക്ഷൻ സംഭവിക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ചാർജ്ഡ് ബോഡീസ് വിൽ അട്രാക്ട് അൺചാർജ്ഡ് ബോഡീസ്. അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ് ഈച്ച് അതർ, അതായത് ഓപ്പോസിറ്റ് ചാർജസ് പ്ലസും മൈനസും വരുമ്പോൾ, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജസ് വരുമ്പോൾ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. വേറെ ലൈക്ക് ചാർജസ് പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഒരുമിച്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും? ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, സോ നമുക്ക് ഇനി ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ലൈക്ക് റിപ്പൾഷൻ ഈസ് എ മീൻസ് ബൈ വിച്ച് വി ക്യാൻ കൺഫേം വെദർ ബോഡീസ് പോസസ് ചാർജസ് ഓർ നോട്ട്. വൈ? ഓക്കെ, സോ നമ്മളൊരു ബോഡിയിൽ എങ്ങനെയാണ് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്? വി കനോട്ട് സേ ദാറ്റ്, അതായത് ഇപ്പോൾ ഒരു ബോഡി മറ്റൊരു ബോഡിയായിട്ട് അട്രാക്റ്റ് ആവുന്നത് വെച്ചിട്ടല്ല നമ്മൾ ചാർജ് പോസസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. നമ്മൾ റിപ്പൾഷൻ വെച്ചിട്ടാണ് നമ്മളൊരു ബോഡിയിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളതിലൊരു ഡിവൈസ് ഉണ്ട്, നമ്മളൊരു ഡിവൈസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, കോൾഡ് ആസ് ആൻ ഇലക്ട്രോസ്കോപ്പ്. സോ ഇലക്ട്രോസ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ചാർജിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ നമുക്കിവിടെ ഇതാണ് ഇലക്ട്രോസ്കോപ്പിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം. ഇലക്ട്രോസ്കോപ്പിൻ്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്. സോ ഇലക്ട്രോസ്കോപ്പിൻ്റെ മെയിൻ പാർട്സ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എന്തൊക്കെയാണ് മെയിൻ പാർട്സ്? ഒരു മെറ്റൽ സ്പിയർ ഉണ്ട്, ദെൻ ഇലക്ട്രോസ്കോപ്പ് ഹാസ് എ ഗ്ലാസ് ജാർ, ആൻഡ് ദെൻ ഒരു മെറ്റാലിക് കണ്ടക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ബോട്ടം പാർട്ടിൽ നിങ്ങൾക്കൊരു 2 ഗോൾഡ് ലീവ്സ് ആക്ച്വലി കാണാൻ പറ്റും. ഈ 2 ഗോൾഡ് ലീവ്സ് എന്താണ്? ഈ മെറ്റൽ കണ്ടക്ടറിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് ഇലക്ട്രോസ്കോപ്പ്. സോ ഇലക്ട്രോസ്കോപ്പ് നമ്മൾ പറഞ്ഞു, ഇലക്ട്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇലക്ട്രോസ്കോപ്പ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ചാർജ്. ഓക്കെ, ഇലക്ട്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ചാർജ്. സോ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ചാർജ് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സോ ഇമാജിൻ ദാറ്റ്, ഇപ്പോൾ എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇപ്പോൾ ഐ എം ബ്രിങ്ങിങ് സം ഒബ്ജക്റ്റ്. ഇപ്പോൾ എനിക്കൊരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. സോ ലെറ്റ് ഇറ്റ് ബി, നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു ബോൾ എടുക്കാം. സോ ഒരു ബോൾ എൻ്റെ കയ്യിലുണ്ട്, ആ ബോളിനകത്ത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ചാർജസ് ഡെവലപ്പ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇലക്ട്രോസ്കോപ്പിൻ്റെ സഹായം യൂസ് ചെയ്യും. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബോളിനെ നമ്മൾ ഈ ഇലക്ട്രോസ്കോപ്പിന് നിയർ ബൈ കൊണ്ടുവരും. സോ ഇഫ് ദ ബോൾ ഈസ് ഹാവിങ് എ ചാർജ്, അതായത് ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ബോൾ, അതായത് നമ്മൾ ഈ ഒബ്സർവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബോളിൽ ചാർജ് ഉണ്ട്. ലെറ്റ് us say ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ ബോൾ കണ്ടെയ്ൻസ് എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, സോ നമ്മൾ ഈ ബോളിനെ ഈ ഇലക്ട്രോസ്കോപ്പിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബോൾ ഈസ് ഹാവിങ് എ പോസിറ്റീവ് ചാർജ് അല്ലേ. സോ ഈ ബോളിനെ മെറ്റൽ സ്പിയറിന് അടുത്തോട്ട് കൊണ്ടുവരും തോറും
ഈ മെറ്റൽ സ്ഫിയറിൽ ചാർജസ് ഡെവലപ്പ് ആവും. അതായത് ഈ ബോളിലുള്ള ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം മെറ്റൽ സ്ഫിയറിൽ ചാർജസ് ഡെവലപ്പ് ആവും. സോ ഇവിടെ പോസിറ്റീവ് ചാർജസ് ആണെങ്കിൽ മെറ്റൽ സ്ഫിയറിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചാർജ് ഡെവലപ്പ്, നെഗറ്റീവ് ചാർജസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ചാർജസ് വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് അക്യൂമുലേറ്റഡ്. ഈ മെറ്റൽ സ്ഫിയറിൽ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ചാർജസ് ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ മെറ്റൽ സ്ഫിയറിനകത്ത് ചാർജസ് അക്യൂമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മെറ്റൽ കണ്ടക്ടർ ഈ മെറ്റൽ സ്ഫിയറായിട്ട് കോൺടാക്റ്റിലാണ്. സോ ചാർജസ് വിൽ സ്റ്റാർട്ട് ട്രാൻസ്ഫറിങ്, അതായത് ട്രാൻസ്ഫറിങ് ഓഫ് ചാർജസ് സംഭവിക്കും. സോ ഈ മെറ്റൽ സ്ഫിയറിൽ കൂടെ ചാർജസ് താഴെ മെറ്റൽ കണ്ടക്ടറിലോട്ട് പോകും. ആൻഡ് വാട്ട് ഹാപ്പൻസ്? മെറ്റൽ കണ്ടക്ടറിൻ്റെ ബോട്ടം പാർട്ടിൽ നമുക്കറിയാം ഗോൾഡ് ലീവ്സിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് നോർമൽ കണ്ടീഷൻസിൽ ഗോൾഡ് ലീവ്സ് ആ ലൂസ്ലി ഹാങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. വെറുതെ 2 ഗോൾഡ് ലീഫ് ലൂസ്ലി ഹാങ് ആയിട്ടായിരിക്കും നോർമൽ കണ്ടീഷനിൽ ഇരിക്കുന്നത്. സോ ഈ ചാർജ് മെറ്റൽ കണ്ടക്ടറിലൂടെ ചാർജ് പാസ് ചെയ്ത് എത്തുമ്പോൾ ഗോൾഡ് ലീവ്സിൽ എത്തിക്കഴിയുമ്പോൾ ഗോൾഡ് ലീവ്സിലും എന്ത് പറ്റും? കുറച്ച് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് ചാർജസ് ഉണ്ടാവും. ഈ ഇവിടെ എന്ത് ചാർജാണോ ഡെവലപ്പ് ആയത് ആ ചാർജ് ഗോൾഡ് ലീഫിലും കിട്ടും. സോ 2 ഗോൾഡ് ലീഫ് ഉണ്ട്. 2 ഗോൾഡ് ലീഫിലും സെയിം ചാർജസ് കുറച്ച് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് ഉണ്ടാവും. സോ ഒരു സെയിം ചാർജസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു ലൈക്ക് ചാർജസ് ഓൾവേസ് റിപ്പൽ അല്ലേ. സോ ഇവിടെ ഫൈനൽ ആക്ഷനായിട്ട് എന്ത് സംഭവിക്കും? ഈ 2 ലീഫും റിപ്പൽ ചെയ്ത് മാറും. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ ചാർജ്ലെസ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ന്യൂട്രൽ കണ്ടീഷനിൽ ഗോൾഡ് ലീവ്സ് ജസ്റ്റ് ലൂസ്ലി ഹാങ് ആയിട്ട് നിൽക്കുകയാണ്. സോ ചാർജ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് ആ പുറത്ത് ഒബ്ജക്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാകുന്ന ചാർജ് കാരണം ഗോൾഡ് ലീവ്സിനും സെയിം 2 ഗോൾഡ് ലീവ്സിനും സെയിം ചാർജസ് ഉണ്ടാവും. സോ അവരെന്ത് ചെയ്യും? ചെറുതായിട്ട് റിപ്പൽ ചെയ്ത് മാറും. സോ ഗോൾഡ് ലീവ്സ് വിൽ റിപ്പൽ ഈച്ച് അതർ. സോ ആ റിപ്പൾഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ബോഡി, അതായത് നമ്മൾ ഏത് ബോഡിക്കാണോ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടത് ആ ബോഡിയിൽ ചാർജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പൾഷൻ വെച്ചിട്ടാണ് നമ്മൾ വെദർ ആൻ ഒബ്ജക്റ്റ് ചാർജ് പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്, അല്ലാതെ അട്രാക്ഷൻ വെച്ചിട്ടില്ല. പിന്നെ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് വിച്ച് ഈസ് യൂസ് ടു ഡിക്റ്റേറ്റ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അതായത് ഇവിടെ ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് ഡിക്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇലക്ട്രോസ്കോപ്പിൻ്റെ ജോലി. പക്ഷേ നമ്മൾ കൊണ്ടുവന്ന ഒബ്ജക്റ്റ്, അതായത് ഇപ്പോൾ ഈ ബോളിന് പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ ഉള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഇലക്ട്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലെറ്റ് സേ അനദർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ കൊണ്ടുവരുന്ന ബോളിന് 0 ചാർജ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോൾ, ചാർജ് ഇല്ലാത്തൊരു ബോളാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്തായിരിക്കും ഇവിടുത്തെ റിസൾട്ട് അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്? സോ ചാർജ്ലെസ് ബോളാണ് ഞാനിവിടെ കൊണ്ടുവരുന്നതെങ്കിൽ ദർ വിൽ ബി നോ എനി കൈൻഡ് ഓഫ് റിയാക്ഷൻ ഹാപ്പനിങ്. അതായത് ഇവിടെ ഒരു ടൈപ്പിലുള്ള റിയാക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ചാർജ്ലെസ് ബോളാണെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ. അതായത് ഇപ്പോൾ ഒരു ചാർജ്ലെസ് ബോളിനെ നമ്മൾ അടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ഈ മെറ്റൽ സ്ഫിയറിലും ഒരു ടൈപ്പ് ഓഫ് ചാർജും അക്വയർ ആവില്ല. ആൻഡ് എന്ത് സംഭവിക്കും? ഈ ലൂസ്ലി ഹാങ്ഡ് ആയിട്ടുള്ള ഗോൾഡ് ലീഫ് അതുപോലെ തന്നെ നിൽക്കും. സോ ന്യൂട്രൽ കണ്ടീഷനാണെങ്കിൽ ലൂസ്ലി ഹാങ്ഡ് ലീഫ് അതുപോലെ തന്നെ നിൽക്കും. വേറെ ഒരു ചാർജുള്ള ഒബ്ജക്റ്റ് അടുത്ത് കൊണ്ടുവച്ചാൽ ഈ 2 ഗോൾഡ് ലീഫും ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. സോ നമുക്ക് അറിയാൻ പറ്റും ദാറ്റ് ബോഡി ഈസ് കണ്ടെയ്നിങ് എ ചാർജ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു വി കനോട്ട് ഐഡൻറ്റിഫൈ വിച്ച് ചാർജ്, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. കനോട്ട് ഐഡൻറ്റിഫൈ സെപ്പറേറ്റ്ലി. ഓക്കെ, നമുക്ക് നെഗറ്റീവ് ചാർജ് ആണോ പോസിറ്റീവ് ചാർജ് ആണോ ഉള്ളത് എന്നുള്ളത് വേർതിരിച്ചറിയാൻ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് നമുക്ക് പറ്റത്തില്ല. സോ അടുത്ത ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ചാർജ് നമ്മൾ ഇലക്ട്രോസ്കോപ്പ് വെച്ച് കണ്ടുപിടിച്ചു. അതായത് ഇലക്ട്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിന് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം. സോ അതിനർത്ഥം ആ ഇലക്ട്രോസ്കോപ്പ് ഓൾറെഡി എന്താണ്? ചാർജ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കുമല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് ഇലക്ട്രോസ്കോപ്പിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ഇലക്ട്രോസ്കോപ്പിലും ഒരു ചാർജ് ജനറേറ്റ് ആവും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഗോൾഡ് ലീഫ് റിപ്പൽ ആവും എന്ന് പറഞ്ഞു. സോ ഈ ചാർജ് എത്ര സമയം നിൽക്കും അതിനകത്ത്? സോ വാട്ട് ഇഫ് നമുക്ക് ഉടനെ തന്നെ വേറൊരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് ക്യാൻ വി ഡു? നമുക്ക് ഈ ഇലക്ട്രോസ്കോപ്പിലുള്ള ചാർജിനെ വേറെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ ഇലക്ട്രോസ്കോപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്രലൈസ് ചെയ്യണം. തിരിച്ച് പഴയ പോലെ ഈ റിപ്പൽ ചെയ്ത് നിൽക്കുന്ന ലീവ്സ് ഗോൾഡ് ലീവ്സ് നമ്മൾ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരണം. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഇഫ് വി ആർ ഹാവിങ് എ ചാർജ് ഇലക്ട്രോസ്കോപ്പ് ആൻഡ് നമുക്ക് ഇലക്ട്രോസ്കോപ്പിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഇലക്ട്രോസ്കോപ്പ് ഉണ്ട്. സോ ഇലക്ട്രോസ്കോപ്പിൻ്റെ മെറ്റൽ സ്പിയറിൻ്റെ താഴെയുള്ളൊരു പോർഷനിൽ, അതായത് ഫ്രീ എൻഡ്, ഈ മെറ്റൽ സ്പിയർ എന്ന് പറയുന്നത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. സോ ആ മെറ്റൽ സ്പിയറിൻ്റെ ഫ്രീ എൻഡിൽ നമുക്കൊരു കണ്ടക്റ്റിംഗ് വയർ കണക്ട് ചെയ്യാം. ഒരു കണ്ടക്റ്റിംഗ് വയർ കണക്ട് ചെയ്തിട്ട് ആ കണ്ടക്റ്റിംഗ് വയറിന് നമ്മൾ
എർത്തിൽ ബറി ചെയ്ത് വെച്ചാൽ മതി. അതായത് ഗ്രൗണ്ടിൽ ബറി ചെയ്ത് വെച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഈ ലെറ്റസ് ഇമാജിൻ ദാറ്റ് ഇതിപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ് വെച്ചേക്കുന്ന ഇലക്ട്രോസ്കോപ്പാണ്. സോ ഈ ഇലക്ട്രോസ്കോപ്പിൽ ചാർജസ് ഉണ്ട്. ഓക്കെ, ചാർജസ് ഉണ്ട്. അപ്പോൾ ഈ ചാർജിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളൊരു കണ്ടക്റ്റിംഗ് വയറിനെ മെറ്റൽ സ്പിയറിൽ കണക്ട് ചെയ്തിട്ട് വി ബറി ദാറ്റ് അതർ എൻഡ് ഓഫ് ദ വയർ. ആ വയറിൻ്റെ മറ്റേ എൻഡിനെ നമ്മൾ എർത്തിൽ ബറി ചെയ്ത് വെക്കും. സോ ഇവിടെ സംഭവിക്കുന്നത് ഈ ചാർജസ് ആക്ച്വലി ഈ കണ്ടക്റ്റിംഗ് വയറിലൂടെ പാസ് ചെയ്തിട്ട് എർത്തിലോട്ട് പോകും. സോ ഈ ഒരു പ്രോസസ്സിന്, അതായത് നമ്മൾ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ചാർജ് നമ്മൾ കളയുക അല്ലെങ്കിൽ ചാർജിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ജനറലി പറയുന്നതാണ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് വി ഹാവ് ടു കണക്ട് ദ ഫ്രീ എൻഡ് ഓഫ് ദ മെറ്റൽ വയർ ഹാവിങ് വൺ ആൻഡ് ബറിഡ് ഡീപ്പ് ഇൻ ദി എർത്ത്. അതായത് നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞാൽ ഒരു മെറ്റൽ വയർ, ഒരു കണ്ടക്റ്റിംഗ് വയറിന് നമ്മൾ ഫ്രീ എൻഡിൽ കണക്ട് ചെയ്യും. ദി അതർ എൻഡ് ഓഫ് ദ ഫ്രീ വയർ, അതർ എൻഡ് ഓഫ് ദ കണ്ടക്റ്റിംഗ് വയർ എന്ത് ചെയ്യും? നമ്മൾ എർത്തിൽ ബറി ചെയ്ത് വയ്ക്കും. സോ ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ സോ ബേസിക്കലി എന്താണ് ഡിസ്ചാർജിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചാർജ്ഡ് ഒബ്ജക്റ്റ്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനോ ചാർജ്ഡ് ഒബ്ജക്റ്റിനോ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇലക്ട്രോസ്കോപ്പിന് ആക്ച്വലി നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് എന്താ? ഒരു കണ്ടക്റ്റിംഗ് വയറിൻ്റെ ഒരു എൻഡ് മെറ്റൽ സ്പിയറിലും മറ്റേ എൻഡ് നമ്മൾ എർത്തിൽ ഡീപ്പ് ഡൗൺ ഡിഗ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ ബറി ചെയ്ത് വെച്ചു. സോ അവിടെ ഡിസ്ചാർജിങ് സംഭവിച്ചല്ലോ. ഇപ്പോൾ ലെറ്റസ് സേ ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എർത്തിൻ്റെ സഹായം യൂസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ദാറ്റ് കൈൻഡ് ഓഫ് ഡിസ്ചാർജിനെ നമ്മൾ ജനറലി പറയുന്ന പേരെന്ന് പറയുന്നത് എർത്തിങ് എന്ന് പറയും. സോ എർത്തിങ് എന്ന് പറയുന്നത് കണക്റ്റിംഗ് എ ബോഡി ടു ദി എർത്ത് യൂസിങ് എ മെറ്റാലിക് കണ്ടക്ടർ ഈസ് നോൺ ആസ് എർത്തിങ്. അതായത് ഒരു ബോഡീനെ നമ്മൾ എർത്തിലോട്ട് കണക്ട് ചെയ്യണം. ഒരു ചാർജ്ഡ് ബോഡീനെ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ബോഡീനെ നമ്മൾ എർത്തിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ എർത്തിങ് എന്ന് പറയും. സോ എർത്തിങ് നോർമലി ചെയ്യുന്ന എന്തിനാണ്? ഒന്ന് ഡിസ്ചാർജിങ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് ഓഫ് ചാർജിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി എർത്തിങ് ചെയ്യുന്നത്. ഓൺ എർത്തിങ് എ ചാർജ്ഡ് ബോഡി ഇലക്ട്രോൺ പാസ് ഫ്രം ദ എർത്ത് ടു ദ ബോഡി ഓർ ഫ്രം ദ ബോഡി ടു ദ എർത്ത്. അതായത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആ ബോഡിയിൽ നിന്നും എർത്തിലോട്ട് ചാർജ് പോകണമെന്നില്ല, തിരിച്ചും സംഭവിക്കാം. അതായത് ന്യൂട്രലൈസേഷൻ ക്യാൻ ഹാപ്പൻ ഇൻ 2 ways. 2 രീതിയിൽ നമുക്ക് ന്യൂട്രലൈസേഷൻ സംഭവിക്കാൻ പറ്റും. അതായത് ചാർജ്ഡ് ഒബ്ജക്റ്റിൽ നിന്ന് എക്സസ് ഉള്ള ചാർജ് എർത്തിലോട്ട് പോവും. സോ അത് എക്സസ് ഉള്ള ചാർജ് പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഒബ്ജക്റ്റ് സ്റ്റേബിൾ ആവും, ന്യൂട്രലൈസ് ആവും. അതല്ല ഇപ്പോൾ ഡെഫിസിറ്റ് ആയിട്ടുള്ള, അതായത് ചാർജ് ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ എന്ത് സംഭവിക്കും? എർത്തിൽ നിന്നും ചാർജ് ഈ ബോഡിയിലോട്ട് വരും. സോ ദ ബോഡി ക്യാൻ ഗെയിൻ ചാർജ് ഓൾസോ. അപ്പോഴും എന്ത് സംഭവിക്കും? ഡെഫിസിറ്റ് ആയിട്ട് ഓൾറെഡി കിടക്കുകയാണല്ലോ. അപ്പോൾ എക്സ്ട്രാ ചാർജ് എർത്തിൽ നിന്നും വരുന്നു ആൻഡ് ദെൻ ദാറ്റ് ബോഡി വിൽ ഗെറ്റ് ന്യൂട്രലൈസ്ഡ്. സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ എർത്തിനെ ആക്ച്വലി ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറയാറുണ്ട്. അതായത് എർത്ത് എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. എന്തിനു സഹായിക്കും? ഒരു ഒബ്ജക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കും. എങ്ങനെ സഹായിക്കും ന്യൂട്രലൈസ് ചെയ്യാൻ? 2 രീതിയിൽ സഹായിക്കും. ഒന്ന്, എർത്ത് എക്സസ് ആയിട്ടുള്ള ചാർജിനെ എർത്ത് വലിച്ചെടുക്കുന്നു. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഡെഫിസിറ്റ് ആയിട്ടുള്ള ചാർജ് ആണെങ്കിൽ എർത്ത് ചാർജിന് സപ്ലൈ ചെയ്യുന്നു. സോ എർത്ത് ഈസ് റെഫേർഡ് ടു ആസ് ആൻ ഇലക്ട്രോൺ ബാങ്ക്. ഓക്കെ, സോ എർത്തിന് ഏതൊരു സമയത്ത് എർത്ത് ക്യാൻ ഗീവ് ഓർ റിസീവ് ഇലക്ട്രോൺ അറ്റ് എനി ടൈം അറ്റ് എനി ക്വാണ്ടിറ്റി. അതായത് n നമ്പർ ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ n നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് എർത്തിന് ഏത് ടൈമിലും കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ എർത്തിന് റിസീവ് ചെയ്യാനും പറ്റും. ബട്ട് എർത്ത് വിൽ ഓൾവേസ് സ്റ്റേ ന്യൂട്രൽ. അതായത് ഇപ്പോൾ നമ്മൾ ആലോചിക്കും, ഇപ്പോൾ ഒരുപാട് ചാർജ് എർത്ത് എടുത്തു കഴിഞ്ഞാൽ എർത്തിനൊരു ചാർജ് ഉണ്ടാവത്തില്ല എന്നുള്ളത്. നോ, എർത്ത് വിൽ ഓൾവേസ് സ്റ്റേ ന്യൂട്രൽ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാർജ് ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ഓൾവേസ് റിമെയിൻ ന്യൂട്രൽ. സോ അതുകൊണ്ട് നമുക്ക് എർത്തിനെ ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറയാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ട്രാൻസ്ഫറിങ് ഓഫ് ചാർജാണ്. അതായത് നമുക്ക് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട്. നമ്മൾ ഉപയോഗിച്ചൊരു സിനാരിയോ ഉണ്ട്. നമ്മൾ ആദ്യം കണ്ടു, ലൈക്ക് നമ്മളൊരു ഡ്രൈ ഹെയറിൽ നമ്മൾ സ്കെയിലോ കോംബോ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ ചാർജ് ഡെവലപ്പ് ആവുമെന്ന് പറഞ്ഞു. സോ അത് കണ്ടക്ഷൻ വഴിയുള്ള ചാർജിങ് ആണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യുന്നു വിത്തൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്ട്. അതായത് ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇമാജിൻ ദാറ്റ് ഈ ഒരു ഒബ്ജക്റ്റ്, ഇതൊരു ഇലക്ട്രോസ്കോപ്പ് പോലത്തെ ഒരു ഒബ്ജക്റ്റ്. ഈ ഒരു ഒബ്ജക്റ്റിൽ ബേസിക്കലി അത് ന്യൂട്രലായിരുന്നു. ഇനിഷ്യലി ദാറ്റ് ഇറ്റ് വിൽ ബി ഇൻ ദ ന്യൂട്രൽ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങളൊരു ഒബ്ജക്റ്റ് കൊണ്ടുവരാണ്. അതായത് ഇപ്പോൾ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ഇലക്ട്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു ചാർജ്ഡ് ഒബ്ജക്റ്റിനെ കൊണ്ടുവരണം, ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിന് ആദ്യം ഇനിഷ്യൽ ഫേസിൽ എന്താണ് ഈ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്? ആക്ച്വലി
ന്യൂട്രലാണ് ആണല്ലോ. സോ നെഗറ്റീവ് ചാർജുള്ള ഒരു ബോഡീനെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ഈ തൊട്ടടുത്തുള്ള ഇലക്ട്രോസ്കോപ്പിൻ്റെ ആ മെറ്റൽ പോർഷനിൽ ഓപ്പോസിറ്റ് ചാർജസ് ഉണ്ടാവും. സോ വിത്തൗട്ട് എനി കോണ്ടാക്ട്, അതായത് നമ്മൾ തൊടേണ്ട ആവശ്യമില്ല, കോണ്ടാക്ട് ഇല്ലാണ്ട് തന്നെ ട്രാൻസ്ഫർ ഓഫ് ചാർജസ് നടക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സോ ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഇൻ എ ബോഡി ആസ് എ റിസൾട്ട് ഓഫ് ദ പ്രസൻസ് ഓഫ് അനദർ ചാർജ്ഡ് ബോഡി ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. അതായത് നമ്മുടെ ഒരു ഒബ്ജക്റ്റിലുള്ള ചാർജിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ, ഒരു ഒബ്ജക്റ്റിലുള്ള ചാർജിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതിൻ്റെ കാരണം, അതായത് മറ്റൊരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ഒബ്ജക്റ്റിൻ്റെ പ്രസൻസ് കാരണം മറ്റൊരു ബോഡിയിൽ, ഇപ്പോൾ ഒരു അനദർ ബോഡിയിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് നടന്നാൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സോ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താ, കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജസ്. അതായത് നമുക്ക് ഇലക്ട്രിക് ചാർജസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ചാർജസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസിന് ഫ്ലോ ചെയ്യാൻ പറ്റും. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനും അതിനൊരു എക്സാമ്പിളാണ്. അതായത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ഇലക്ട്രിക് ചാർജസിന് ഫ്ലോ ചെയ്യാൻ പറ്റും. സോ ഇഫ് യു വാണ്ട്, അതായത് നമുക്കിപ്പോൾ ഒരു സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സെർട്ടൈൻ സെറ്റ് നമ്പർ ഓഫ് ചാർജസ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സോ കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജസ്. ഓക്കെ, സോ കപ്പാസിറ്ററിൽ ബേസിക്കലി രണ്ട് പ്ലേറ്റ്സ് ഉണ്ടായിരിക്കും. ഓപ്പോസിറ്റ് ചാർജുള്ള രണ്ട് പ്ലേറ്റ്സ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഐദർ ഫ്രീ സ്പേസ് ആവാം അല്ലെങ്കിൽ ഒരു സെർട്ടൻ മെറ്റീരിയൽ വെച്ചിട്ടുണ്ടായിരിക്കും. സോ അതാണ് ഒരു ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സോ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കപ്പാസിറ്ററിൻ്റെ ബേസിക് ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ചാർജസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സർക്യൂട്ടിൽ ഇലക്ട്രിക് ചാർജസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്തത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അതായത് നമ്മുടെ ഒരു ബോഡിയിൽ ഇപ്പോൾ ഇലക്ട്രിക് ചാർജ് അക്വയർ ആയി കഴിഞ്ഞു, ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റിൽ നമ്മളൊരു ഇലക്ട്രിക് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ആ ഇലക്ട്രിക് ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. സോ നോർമലി ചാർജ് എപ്പോഴും എന്തായിരിക്കും, സർഫസിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ചാർജ് ചെയ്താൽ the charge distributed in a conductor would be only on its surface. അതായത് ഇപ്പോൾ ഒരു മെറ്റൽ കണ്ടക്ടറിൽ നമ്മളൊരു ചാർജ് ഇലക്ട്രിക് ചാർജ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ചാർജസ് എപ്പോഴും അതിൻ്റെ സർഫസിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആവും. അതായത് ആ മെറ്റൽ കണ്ടക്ടറിന് അകത്തോട്ട് പോയില്ല, പക്ഷേ പകരം അതിൻ്റെ സർഫസിൽ എന്താണ്, ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ഒരു പോസിറ്റീവ് ചാർജ് കൊടുത്താൽ ഈ പോസിറ്റീവ് ചാർജസ് എല്ലാം അതിൻ്റെ സർഫസിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടിരിക്കും, നോട്ട് ഇൻസൈഡ്. ദ എമൗണ്ട് ഓഫ് ചാർജ് വുഡ് ബി മോർ. ഇപ്പം അതുപോലെ ഇതിപ്പം ഒരു യൂണിഫോം ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ യൂണിഫോം ഷേപ്പ് അല്ലാതെ ഇപ്പോൾ എന്താണ്, ഒരു നോൺ യൂണിഫോം ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ലെറ്റസ് സേ എന്താണ്, ഒരു പോയിന്റഡ് എൻഡൊക്കെ ഉള്ള ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു പോയിന്റഡ് ടിപ്പ്, ഒരു മെറ്റൽ ടിപ്പിന് നമ്മൾ ചാർജ് കൊടുക്കുകയാണെങ്കിൽ വേറെവർ ദ പോയിന്റഡ് എൻഡ് ഈസ്, അതായത് പോയിന്റഡ് എൻഡുകൾ എവിടെയുണ്ടോ അവിടെ ചാർജസിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. സോ ഹിയർ വി വിൽ ബി ഹാവിങ് മോർ ചാർജ്. ഇപ്പോൾ നമ്മൾ ചാർജ് കൊടുത്താൽ ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഈ ഒരു ഒബ്ജക്റ്റ്, ഈ ഒരു മെറ്റൽ കണ്ടക്ടറിന്, ഈ ഒരു മെറ്റൽ ടിപ്പിന് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ചാർജസ് അക്യൂമുലേറ്റ് ആവുന്നത് ആ പോയിന്റഡ് എൻഡിലായിരിക്കും. ഓക്കെ, ആൻഡ് ബ്രോഡർ എൻഡിൽ കുറച്ച് ചാർജസ് ആയിരിക്കും. അത് ചാർജിൻ്റെ ഒരു എമൗണ്ട് ഓഫ് അക്യൂമുലേഷൻ എന്ന് പറയുന്നത് ബ്രോഡർ എൻഡിൽ കുറവായിരിക്കും. സോ ഇഫ് എ ബോഡി ഒരു നോർമലി, ആൻഡ് ഇത് രണ്ടുമാണ്, അതായത് ഈ രണ്ടും ആണ് ഒരു ഇലക്ട്രിക് ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക് ചാർജ് നമ്മളൊരു മെറ്റൽ കണ്ടക്ടറിലോട്ട് നമ്മളൊരു ചാർജ് കൊടുക്കുമ്പോൾ ആ ഇലക്ട്രിക് ചാർജ് ഇൻറ്റേർണലി നമുക്ക് ചാർജ് ഉണ്ടാവില്ല, പകരം എക്സ്റ്റേണൽ സർഫസിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആവും. അതുപോലെ തന്നെ എവിടെയൊക്കെ പോയിന്റഡ് എൻഡ്സ് ഉണ്ടോ അവിടെ കൂടുതൽ ചാർജസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് വരും. അതും സർഫസിൽ തന്നെയാണ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ഓക്കെ, സോ ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടോ, അതായത് ഈ തണ്ടർ സ്റ്റോംസും ലൈറ്റ്നിങ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കാറിനകത്തോ അല്ലെങ്കിൽ വണ്ടിക്കകത്തോ ആണെങ്കിൽ ഒരു ക്ലോസ്ഡ് വെഹിക്കിളിനകത്ത് ഇരിക്കുന്നത് എപ്പോഴും സേഫ് ആണെന്ന് പറയും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് നമ്മളൊരു ക്ലോസ്ഡ് വെഹിക്കിളിനകത്ത് ഇരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഫാർ സേഫർ ആക്ച്വലി. പുറത്ത് നിൽക്കുന്നതിനേക്കാളും സേഫറാണ് വണ്ടിക്ക് അകത്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇമാജിൻ ദാറ്റ് നമ്മളൊരു കാറിനകത്തിരിക്കുകയാണ്. സോ നമ്മളൊരു കാറിനകത്ത് ഇരിക്കുമ്പോൾ ഇമാജിൻ ദാറ്റ് ആ കാറ് ഈസ് ഹിറ്റ് ബൈ എ ലൈറ്റ്നിങ്. ഓക്കെ, സോ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ചാർജിൻ്റെ ഇൻട്രാക്ഷനാണ്. സോ ലൈറ്റ്നിങ് ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ കാറിലും ചാർജഡ് പാർട്ടിക്കിൾസ് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഒരിക്കലും ചാർജഡ്, ഇത് ഒബ്വിയസ്ലി നമുക്കറിയാം കാറിൻ്റെയും വെഹിക്കിൾസിൻ്റെ ഒക്കെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആയിരിക്കും, മെറ്റൽസ് ആയിരിക്കും. സോ
ഈ ചാർജ് ഒരിക്കലും അകത്തോട്ട് വരില്ല, പകരം എന്ത് സംഭവിക്കും, ഈ മെറ്റൽ സർഫസ് അല്ലെങ്കിൽ കാറിൻ്റെ സർഫസിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് നിൽക്കും. സോ ഇറ്റ് ഈസ് സേഫ് ആക്ച്വലി. നമ്മൾ അകത്തിരിക്കുന്നത് ആക്ച്വലി എന്താണ്, സേഫ് ആണ്. വി വിൽ നോട്ട് ഗെറ്റ് എനി ഇലക്ട്രിക് ഷോക്ക് ഓൾസോ. സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ചാർജിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഈ പറഞ്ഞ കാറിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു നമ്മൾ കാറിൻ്റെ ഒരു എക്സാമ്പിൾ, അതായത് ലൈറ്റ്നിങ് ഉണ്ടാവുന്ന സിറ്റുവേഷനിലുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. സോ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ലൈറ്റ്നിങ് എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റ്നിങ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, ആക്ച്വലി ഇടിമിന്നൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ അവിടെ സംഭവിക്കുന്നത് എന്താണ്, അത് ലൈറ്റ്നിങ് എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ ഓഫ് ചാർജസ് ആണ്. സോ എങ്ങനെയാണ് ലൈറ്റ്നിങ് ഉണ്ടാവുന്നതെന്നുള്ളത് നോക്കാം. അതായത് നമുക്കിപ്പോൾ അറിയാം, നമ്മൾ റെയിൻ ക്ലൗഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ റെയിൻ ക്ലൗഡ്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ ലാർജ് മൂവ്മെൻറ്റ് ഓഫ് എയറും വാട്ടർ ഡ്രോപ്ലെറ്റ്സും, റെയിൻ ക്ലൗഡ്സിൽ ഓബ്വിയസ്ലി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ. സോ ഈ ലാർജ് മൂവ്മെൻറ്റ് ഓഫ് എയറും വാട്ടർ ഡ്രോപ്ലെറ്റ്സും കാരണം റെയിൻ ക്ലൗഡ്സിൽ ചാർജ് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. റെയിൻ ക്ലൗഡ്സിൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ എയറിൻ്റെ മൂവ്മെൻറ്റ് കാരണം ചാർജസ് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ടോപ്പ് പോർഷനിലുള്ള, അതായത് റെയിൻ ക്ലൗഡ്സിൻ്റെ അപ്പർ ലെയറിൽ എന്ത് സംഭവിക്കും, പോസിറ്റീവ് ചാർജും, ആൻഡ് റെയിൻ ക്ലൗഡ്സിൻ്റെ ലോവർ ലെയർ, അതായത് താഴത്തെ ലെയറിൽ എന്ത് സംഭവിക്കും, നെഗറ്റീവ് ചാർജും അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇതിങ്ങനെ ഈ ഒരു ചാർജിങ്, അക്യൂമുലേഷൻ ഓഫ് ചാർജിങ് പ്രോസസ്സിങ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കും. സോ അറ്റ് എ സെർട്ടൈൻ പോയിന്റ്, ഒരു സെർട്ടൈൻ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ റെയിൻ ക്ലൗഡിന് അക്യൂമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ചാർജസ് ആവും. അതായത് ഒരുപാട് ചാർജ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഒബ്വിയസ്ലി ആ ചാർജിന് ഐദർ അത് ഡിസ്ചാർജ് ചെയ്ത് കളയണം അല്ലേ. സോ നമ്മുടെ എർത്ത് എന്തായിരിക്കും, എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എർത്ത് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. എർത്ത് ഹെൽപ്സ് ടു ന്യൂട്രലൈസ് തിങ് അല്ലേ, ഒബ്ജക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എർത്ത്. സോ ഈ റെയിൻ ക്ലൗഡിന് അക്യൂമുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ചാർജ് ആകുമ്പോൾ ഈ റെയിൻ ക്ലൗഡിൽ ഡിസ്ചാർജ് സംഭവിക്കും, അതായത് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് സംഭവിക്കും ടുവേർഡ്സ് ദി എർത്ത്. സോ ഇതാണ് നമ്മൾ സ്ട്രീക്സ് ഓഫ് ലൈറ്റ്നിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് തണ്ടർ, നമുക്ക് ലൈറ്റ്നിങ് കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കുന്ന സൗണ്ടിന് നമ്മൾ തണ്ടർ എന്ന് പറയും. സോ തണ്ടർ ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഇമ്പൾസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് കാരണം ചുറ്റുള്ള എയർ അത്ര എന്താണ് സംഭവിക്കുന്നത്, ചൂടാവും, ഹീറ്റായിട്ട്. ആ ഹീറ്റിൻ്റെ എക്സ്പാൻഷൻ കാരണം ഉണ്ടാകുന്ന സൗണ്ടാണ് നമുക്ക് തണ്ടറായിട്ട് കേൾക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സേഫ്റ്റി പ്രിക്കോഷൻ, അതായത് ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണെന്നാണ്. സോ ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലൈറ്റ്നിങ്ങിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടാൻ, അല്ലെങ്കിൽ അതൊരു സേഫ്റ്റി മെഷറാണ്. എന്ത്, ലൈറ്റ്നിങ്ങിൽ നിന്നുള്ള ഒരു സേഫ്റ്റി മെഷറിനാണ് നമ്മൾ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതായത് ഇപ്പോൾ ഹൈ റൈസ് ബിൽഡിംഗ്, ഇപ്പോൾ വലിയ വലിയ ഫ്ലാറ്റുകളും അതുപോലെ ഹൈ റൈസ് ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകളിൽ ആ ബിൽഡിങ്ങിനേക്കാളും ഹൈറ്റിൽ ഒരു മെറ്റൽ റോഡ് അല്ലെങ്കിൽ ഒരു മെറ്റൽ റോഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. സോ ആ മെറ്റൽ റോഡിൻ്റെ ഒരെൻഡ് എന്ന് പറയുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയറിൽ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് അടുത്ത അതിൻ്റെ ദി അതർ എൻഡ്, ഒരു എൻഡ് അറ്റ്മോസ്ഫിയറിൽ ഫ്രീ ആയിട്ടിരിക്കും. ആൻഡ് ദി അതർ എൻഡ് എന്ന് പറയുന്നത് അത് കണക്റ്റഡ് ടുവേർഡ്സ് ദി എർത്താണ്. ഒരു വലിയ മെറ്റൽ ഒരു കണ്ടക്റ്റിംഗ് വയർ വെച്ചിട്ട് ഈ ലൈറ്റ്നിങ് കണ്ടക്ടറിൻ്റെ ടിപ്പ്, ബോട്ടം ടിപ്പിൽ നിന്നും ഒരു മെറ്റാലിക് കണ്ടക്ടർ നമ്മൾ എർത്തിലോട്ട് ഡീപ്പ് ഡൗൺ ഡിഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എർത്തിങ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെറ്റാലിക് വയറിന് നമ്മൾ എർത്തിലോട്ട് നല്ല ആഴത്തിൽ ബറി ചെയ്ത് വയ്ക്കും. സോ ദി അതർ എൻഡ് എപ്പോഴും എന്തായിരിക്കും, ബറി ചെയ്തിട്ടുണ്ടാവും. സോ ഇൻ കേസ് ഓഫ് ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് ഓബിയസ്ലി ഹൈ റൈസ് ബിൽഡിംഗ് അല്ലേ. സോ ഹൈ റൈസ് ബിൽഡിംഗ് ഒക്കെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഹൈ റൈസ് ബിൽഡിങ്ങിൽ ലൈറ്റ്നിങ് അട്രാക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. കാരണം ക്ലോസർ പ്രോക്സിമിറ്റി, അതായത് ക്ലൗഡ്സിനോട് അടുത്ത് നിൽക്കുന്നത് കാരണം അതൊരു റീസണാണ്. സോ ഇൻ കേസ് ഓഫ് ലൈറ്റ്നിങ് ഈ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ടിപ്പിൽ, അതായത് ലൈറ്റ്നിങ് കണ്ടക്ടറിൻ്റെ ഓപ്പൺ എൻഡിൽ നമ്മൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി ഈ മെറ്റാലിക് കണ്ടക്ടറിൽ ചാർജ് ഉണ്ടാവും. ഈ ലൈറ്റ്നിങ് കാരണം ഇവിടെ ചാർജസ് ഡെവലപ്പ് ആവും. സോ ഈ ചാർജസ് ആക്ച്വലി എന്ത് സംഭവിക്കും, ആ മെറ്റൽ വയറിൽ കൂടെ അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടറിലൂടെ താഴെ എർത്തിലോട്ടെത്തും. സോ ഇവിടെ എർത്തിങ് സംഭവിച്ചിട്ട് ഈ മെറ്റാലിക് കണ്ടക്ടറിൽ ഉണ്ടായിട്ടുള്ള ചാർജ് ന്യൂട്രലൈസ് ആവും. സോ ദിസ് ഈസ് സേഫ് ആക്ച്വലി. സോ ഇതെന്ത് സംഭവിക്കും, ഇത് ആക്ച്വലി ആ ബിൽഡിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യും. അതർവൈസ് ഇപ്പോൾ ഡയറക്റ്റ് ബിൽഡിങ്ങിനാണ് ഈ ലൈറ്റ്നിങ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ബിൽഡിങ്സിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസിനും ബിൽഡിങ്ങിന് ഒരുപാട് ഫിസിക്കൽ ഡാമേജസും വരും. അതുപോലെ തന്നെ ബിൽഡിങ്ങിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസും മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപാട് ഡാമേജസ് സംഭവിക്കും. സോ ആ ഡാമേജസ് നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സേഫ്റ്റി പ്രിക്കോഷനാണ് ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഹൗ ക്യാൻ വി പ്രൊട്ടക്ട് അവർ സെൽഫ് ഫ്രം ലൈറ്റ്നിങ് എന്നുള്ളത് നോക്കാം. അതായത് ലൈറ്റ്നിങ് ഉള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാരണങ്ങളുണ്ട്. സോ ചില കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ ലുക്ക് ഇൻ ടു ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. അതായത് ലൈറ്റ്നിങ് ഉള്ള സമയത്ത് നമ്മൾ ഒരിക്കലും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് കോൺടാക്റ്റിൽ വരരുത്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലായിട്ട് കോൺടാക്റ്റ് വരുന്നത് ഒട്ടും നല്ലതല്ല. അതുപോലെ തന്നെ ടെലിഫോണിക് വയേർഡ് ടെലിഫോൺസ് യൂസ് ചെയ്യരുത്. അതുപോലെ TV
വയേർഡ് കേബിൾസും വയേർഡ് ടി വിയും ഇലക്ട്രിക് ലൈൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കണം. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. അവോയ്ഡ് സ്റ്റാൻഡിങ് നിയർ എ വിൻഡോ. അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ലൈറ്റ്നിങ് ഉള്ള സമയത്ത് നമ്മൾ ഈ വിൻഡോ പെയിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വാതിലിൻ്റെ അടുത്തും ജനാലയ്ക്ക് അടുത്തും നമ്മൾ വന്ന് നിൽക്കരുത്. സോ അങ്ങനെ നിൽക്കുന്നതും ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു അവർ സെൽഫ്. ആൻഡ് ഡു നോട്ട് സ്റ്റാൻഡ് ബിനീത്ത് ടോൾ ട്രീസ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ആദ്യത്തെ 2 സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഇൻഡോഴ്സിലുള്ളപ്പോഴാണ്. ഇനി നമ്മൾ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലൈറ്റ്നിങ്ങും തണ്ടർ സ്റ്റോമൊക്കെ ഉള്ള സമയത്ത് നിർഭാഗ്യവശാൽ നമ്മൾ ഔട്ട്ഡോഴ്സിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക മെറ്റാലിക് പോൾ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടുത്തും ഓവർ ഹെഡ് ലൈനിൻ്റെ പുറത്തും മെറ്റാലിക് പോസ്റ്റിൻ്റെ അടുത്തൊന്നും ചെന്ന് നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ട്രീസ് ഉണ്ടാവും, അതായത് ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ട്രീസൊക്കെ ഉണ്ടാവും. സോ അവിടെയും നമ്മൾ ചെന്ന് നിൽക്കാതിരിക്കുക. സോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ട്രീസിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടുത്തൊക്കെ നമ്മളെന്താണ് ലൈറ്റ്നിങ് ഉള്ള സമയത്ത് നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുക. ലൈക്ക് ഷെൽട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. കാരണം ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന മെറ്റാലിക് പോസ്റ്റും സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന ട്രീസൊക്കെ highly attracted towards lightning ആണ്. So this is not safe to stand near these metallic posts and tall trees. So these are some safety precautions that we can take during the period of lightning. സോ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മളിവിടെ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതായത് ഇലക്ട്രിക് കറണ്ട് വിച്ച് ഈസ് നോട്ട് ഫ്ലോയിങ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസ് വിച്ച് ഈസ് നോട്ട് ഫ്ലോയിങ്ങിന് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ എങ്ങനെ ചാർജസ് ഡെവലപ്പ് ചെയ്യാം, 2 ടൈപ്പ് ചാർജ് എന്താണെന്ന് കണ്ടു. ആൻഡ് വൈ ഡു സെർട്ടൈൻ ഒബ്ജക്ട്സ് അക്വയർ ചാർജ്, എങ്ങനെയാണ് ഒബ്ജക്ട്സിൽ ചാർജ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കണ്ടു. ആൻഡ് ഓൾസോ ദെൻ നമ്മൾ ഡിസ്ചാർജിങ് ആൻഡ് എർത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ഡിസ്ചാർജിങ് ആൻഡ് എർത്തിങ്, അതായത് ഒരു ഒബ്ജക്റ്റിനെ, ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റിനെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാം, എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ള പ്രോസസ്സും നമ്മൾ കണ്ടു. പിന്നെ വി സോ വൺ നാച്ചുറൽ ഫെനോമെനൻ, അതായത് ലൈറ്റ്നിങ് എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഇൻട്രാക്ഷനാണ്. സോ ലൈറ്റ്നിങ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതും വാട്ട് ആർ ദ സേഫ്റ്റി പ്രിക്കോഷൻസ്, ലൈറ്റ്നിങ് നടക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് എന്താണെന്നുള്ളതും നമ്മൾ കണ്ടു. സോ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ ടു യു. താങ്ക് യു. Manorama Horizon. Learning made simple.